സോ നമ്മൾക്ക് PK ലേണിങ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. BNS ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPOയുടെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടുള്ള BNSൻ്റെ ലാസ്റ്റ് പോർഷൻസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ദ ക്രിമിനൽ ഫോഴ്സ്, അസോൾട്ട്, കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, സ്ലേവറി, ഫോഴ്സ്ഡ് ലേബർ, പിന്നെ അത് കഴിഞ്ഞാൽ ഒഫൻസ് അഫക്റ്റിംഗ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി. ഈ പറയുന്ന ഇത്രയും ഏരിയകളാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ BNSൻ്റെ ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പീനൽ പ്രൊവിഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റികളെക്കുറിച്ച്, ക്രിമിനൽ ആക്റ്റുകളെക്കുറിച്ച് ഒക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് എന്ന് വെച്ചാൽ ക്രിമിനൽ ഫോഴ്സ്. കാരണം ഇവിടെ എല്ലായിടത്തും നമ്മൾ എവിടെ കണ്ടാലും ഈ സന്നിഹിത പഠിച്ച് വരുന്ന എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് ഫോഴ്സ് ഉപയോഗിക്കുന്നത്. ഒരാളുടെ ഇഷ്ടമില്ലാതെ, ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ, ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളില്ലാതെ അയാളുടെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ബലപ്രയോഗം. കൂടുതൽ എന്ന് പറയുന്ന നമ്മൾക്ക് പലതരത്തിലുള്ള ഒഫൻസുകൾ ഉണ്ടെങ്കിലും അതിൽ ബലം പ്രയോഗിച്ച് നടത്തുന്ന ഒഫൻസുകളുണ്ട്, ബലം പ്രയോഗിക്കാതെ നടത്തുന്ന ഒഫൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്രിമിനൽ ഫോഴ്സ് അവിടെ നമ്മൾ എന്ത് പഠിക്കണം? ക്രിമിനൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. സെക്ഷൻ 129 ക്രിമിനൽ ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്. ഫോഴ്സും ഉണ്ട്, ക്രിമിനൽ ഫോഴ്സും ഉണ്ട്. ഫോഴ്സ് എന്ന് പറയുന്ന മീനിങ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള അതേ മീനിങ് തന്നെയാണ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിമിനൽ, പക്ഷേ ആ ഫോഴ്സ് ക്രിമിനൽ ഫോഴ്സായി മാറുമ്പോഴത്തേക്കിന് 129 അനുസരിച്ച് എന്താണ് ക്രിമിനൽ ഫോഴ്സ്? ക്രിമിനൽ ഫോഴ്സ് എപ്പോഴാണ് വരുന്നത്? ക്രിമിനൽ കുറ്റകരമായ ബലപ്രയോഗം, ഇല്ലെങ്കിൽ കുറ്റകരമായ ബലം പ്രയോഗിക്കുന്നത്, അതാണ് ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ ഏതാണ് ഇൻറ്റൻഷനലി, ആ വാക്ക് കണ്ടോ, അതായത് മനഃപൂർവ്വം ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇൻറ്റൻഷനലി എന്തുപയോഗിക്കുകയാണ് ഒരു വ്യക്തി, ഏത് വ്യക്തി ആയിക്കോട്ടെ, ഇൻറ്റൻഷനലി മറ്റൊരു വ്യക്തിയുടെ കൺസെൻ്റ് ഇല്ലാതെ മറ്റൊരു വ്യക്തിയിൽ ബലപ്രയോഗം നടത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും ക്രിമിനൽ ഫോഴ്സ്. അപ്പോൾ ഹൂ എവർ ഇൻറ്റൻഷനലി യൂസസ് ഫോഴ്സ് ഓൺ അനദർ പേഴ്സൺ ആണ്, വിത്തൗട്ട് ഹിസ് കൺസെൻ്റ് ആണ് ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്തായിരിക്കണം, ഇത് പറയുന്ന കമ്മിറ്റിംഗ് ഏത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തോട്ടെ, അതല്ലെങ്കിൽ ഇൻറ്റൻറ്റിങ് ബൈ ദ, അപ്പോൾ ഒന്നുകിൽ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയോ, അതല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ ഈ ബലം പ്രയോഗിക്കുന്നത് വഴി മറ്റൊരാളുടെ ഒരു ഭയമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷതിയോ, ഇഞ്ചുറിയോ, അതല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ, ഫിയറോ, അല്ലെങ്കിൽ ശല്യം, അനോയൻസ്. അപ്പോൾ ഈ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത് വഴി ആ പ്രയോഗിക്കപ്പെടുന്ന വ്യക്തിയിൽ എന്തുണ്ടായിരിക്കണം? ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇഞ്ചുറി ഉണ്ടാക്കുക, ഒന്നുകിൽ അവനെ പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശല്യമുണ്ടാക്കുക എന്നുള്ള അനോയൻസ്, ആ വാക്കായാലും മതി, അനോയൻസ് ആയാലും മതി. അപ്പോൾ ഏത് വ്യക്തിയാണോ ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഏതൊരു വ്യക്തിയാണോ ഈ തരത്തിൽ ഫോഴ്സ് മറ്റൊരാളുടെ മുകളിൽ ഉപയോഗിക്കുന്നത്, അപ്പോൾ എന്ത് പറയാം നമ്മൾക്ക്? അവിടെ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് പറയാം. ഇനി അടുത്തൊരു ചോദ്യം, ക്രിമിനൽ ഫോഴ്സ് ഇപ്പം നമ്മൾ ഒരു വ്യക്തിയുടെ കൺസെൻ്റ് ഇല്ലാതെ എന്ത് പ്രവൃത്തി ചെയ്താലും അതൊരു കുറ്റകൃത്യത്തിലേക്ക് പോകും. അപ്പോൾ ഈ ക്രിമിനൽ ഫോഴ്സുകൾ ഇനി ഏതൊക്കെ തരത്തിലാണ് മറ്റൊരു കുറ്റകൃത്യമാകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കി, ഒരു വ്യക്തിയുടെ കൺസെൻ്റ് ഇല്ലാതെ മറ്റൊരാളിൽ ഫിയറോ, ഇഞ്ചുറിയോ, അനോയൻസോ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയോ നമ്മൾ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഫോഴ്സ് ആണ്. ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കി, ഒരു ഉദാഹരണം നോക്കി പറയാം. ഒരു വ്യക്തി ഇപ്പോൾ ഒരു സ്ത്രീയുടെ മുഖപടം വെയിലുണ്ടല്ലോ, അപ്പോൾ ഈ തട്ടം ഒക്കെ ഇങ്ങനെ തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത് ബലമായിട്ട് പിടിച്ച് ഉയർത്തുക എന്ന് വിചാരിച്ച് ആ വെയിലിങ്ങനെ പൊക്കുന്നത് വഴി ഇൻറ്റൻഷനലി ഒരു ഇൻറ്റൻഷണൽ യൂസ് ഓഫ് ഫോഴ്സ് ആണ്. ഒരു വ്യക്തി എ എന്ന് പറയുന്നൊരു പേഴ്സൺ, ബി എന്ന് പറയുന്നൊരു വുമൺ നടന്നു വരുന്നു, ഒരു വെയിലിട്ടിട്ടുണ്ട്, ഒരു മുഖപടം അല്ലെങ്കിൽ ഒരു മുഖം മറച്ചുകൊണ്ടൊരു തുണിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വരുമ്പോൾ അത് ബലപ്രയോഗിച്ച് ആ സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ ബലപ്രയോഗത്തിലൂടെ അത് പൊക്കി നോക്കുകയാണെങ്കിൽ അവിടെ കൺസെൻ്റ് ഇല്ലാതെയാണ്. അപ്പോൾ കൺസെൻ്റ് ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അറിയാതെ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. ചിലപ്പോൾ അത് ഇഞ്ചുറി ഉണ്ടാക്കും,
ഉണ്ടാക്കാനോ പേടിപ്പിക്കാനോ ശല്യപ്പെടുത്താനോ ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയാവുന്നതാണ്. ഇനി ദാണ്ടേ ഇവിടെ ദാണ്ട് എ എന്ന് അടുത്തൊരു എക്സാമ്പിളാണ്. അടുത്തൊരു എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് ഒരു ഡോഗിൻ്റെ അടുത്ത് ഒരു പട്ടിയെ പേടിപ്പിക്കുകയാണ്. എന്തിനാ പേടിപ്പിക്കുന്നത്? ആ ഇസഡിൻ്റെ മുകളിൽ ഇസഡിനെ പേടിപ്പിക്കാൻ, പട്ടിയെ എന്താണ് ശല്യപ്പെടുത്തുകയാണ്, ഇല്ലെങ്കിൽ പട്ടിയെ പ്രേരിപ്പിക്കുകയാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ദേഹത്ത് ചാടിക്കയറാൻ. ചിലപ്പോൾ പട്ടി കടിക്കുകയൊന്നുമില്ല, എന്താണ് ഇയാൾ ചിലപ്പോൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളായിരിക്കും. എനിവേ ഇയാൾ പറയുന്നതനുസരിച്ച് ആ പട്ടി എന്ത് വിത്തൗട്ട് ഇസഡ് കൺസെൻറ്റ് ഇല്ലാതെ എന്താണ് ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരാളെ എൻ്റെ വീട്ടിൽ വളർത്തുന്നൊരു പട്ടിയാണ്. അപ്പം ഞാൻ പറയുന്നതൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താണ് ഞാൻ പറയുന്ന പോലെ അത് ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരെണ്ണമാണ്. അപ്പം ഞാൻ ഇൻസൈറ്റ് ചെയ്യുകയാണ്. ആ പട്ടിയുടെ അടുത്ത് പറയാം, അടുത്ത് വീട്ടിലൊരാൾ കയറി വന്നപ്പോഴത്തേക്കിനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, പട്ടി ചാടി അങ്ങ് കയറുന്നു. അപ്പോൾ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ബലപ്രയോഗം എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെയും നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അയാളെ പേടിപ്പെടുത്തുക, അനോയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോഴും ഇവിടെ എന്ത് ചെയ്തു എന്ന് പറയാം? ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? കൺസെൻ്റ് ഇല്ലാതെ, അനോയൻസ്, ഫിയർ, ഇഞ്ചുറി, ഈ വാക്കുകൾ ഓർത്തിരിക്കാം. ഇനി അടുത്തതാണ് അസോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രിമിനൽ ഫോഴ്സ് കഴിഞ്ഞാൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആംഗ്യവിക്ഷേപങ്ങളോ ജെസ്റ്ററുകളോ അതല്ലെങ്കിൽ പ്രിപ്പറേഷൻസോ അറിഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ആംഗ്യം കാണിക്കുമ്പോൾ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് എന്താണ്, ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മുഷ്ടി ചുരുട്ടി ഒരാളെ ഇടിക്കാനായിട്ട് ഓടിച്ചെല്ലുകയാണ്. നമ്മുടെ മതീഷ് ഇവിടെ നിൽക്കുകയാണ്, മതീഷിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ് ഇടിക്കുക. അപ്പം മതീഷ് പെട്ടെന്ന് പേടിച്ചു പോവുകയാണ്. ഇപ്പം എനിക്ക് ഇടി കിട്ടും എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ, ഒരവസ്ഥയെത്തുമ്പോൾ മതീഷ് ചാടി എഴുന്നേക്കാണ്. ആ ചാടി എഴുന്നേറ്റ് മതീഷ് എന്താണ് മുടും തല്ലി തറയെ വീണെന്ന് വിചാരിച്ചോ. കണ്ടോ, ഞാൻ അവിടെ ബലം പ്രയോഗിച്ചോ? ആക്ച്വലി അവിടെ ബലം പ്രയോഗിച്ചിട്ടില്ല. ഞാൻ എന്തേ കാണിച്ചിട്ടുള്ളൂ? ഒരു ജസ്റ്ററേ അവിടെ കാണിച്ചിട്ടുള്ളൂ. എന്താംഗ്യമായിരുന്നു ഞാൻ അവിടെ കാണിച്ചത്? ഞാൻ കാണിച്ചത് ഒരു ക്രിമിനൽ ഫോഴ്സ് മറ്റൊരാളിൽ പ്രയോഗിക്കും എന്നുള്ള ഒരു തോന്നൽ, ഒരു അപ്രിഹെൻഷൻ എനിക്ക് മറ്റൊരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ആ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈസ് എബൌട്ട് ടു യൂസ് ദ ക്രിമിനൽ ഫോഴ്സ് എന്നാണ്. അത് കാണുന്ന വ്യക്തി വിചാരിക്കുമോ എൻ്റെ കഥ കഴിഞ്ഞ്, എന്നെ ഇപ്പം തള്ളിയിട്ട് എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ച് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസോൾട്ടുകളിൽ ഈ അസോൾട്ട് എന്ന് പറയുന്നതിനകത്ത് എന്തേ ഉള്ളൂ? ഈ ജസ്റ്റർ കാണിക്കണം, ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ട്. ഇപ്പം നമ്മൾ ശരീരത്തിൽ ചിലപ്പോൾ എന്തോ കെട്ടില്ല, ഉപദ്രവിക്കില്ല, ആ ബലം ഡയറക്റ്റ് അവിടെ എത്തില്ല. പക്ഷേ നമ്മൾ കാണിക്കുന്ന ആ ആംഗ്യവിക്ഷേപം കൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് കാണും? ഒരു പേടിയുണ്ടാവും, ഒരു ഭീതി ജനിക്കും. അതാണ് അസോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അസോൾട്ട് എന്ന് പറയുമ്പം ജസ്റ്ററുകളാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വടിയും എടുത്ത് ഞാൻ ഓടി വരികയാണ്. ഓക്കെ, വടിയെടുത്ത് ഓടി വരികയാണ്, ഇരിക്കുന്ന മതീഷ് ചാടി എഴുന്നേക്കാണ്. മതീഷ് വിചാരിച്ച് എന്നെ അടിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസോൾട്ടുകളിനകത്ത് എന്താണ്? മിയർ വേർഡ്, വാക്കുകൾ മതിയോ? മിയർ വേർഡ്സ് എന്ന് പറയുന്നത്, ഞാൻ ഒരാളെ എന്താണ് അങ്ങ് തെറിവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം മിയർ വേർഡ്സ് ഡു നോട്ട് എമൗണ്ട്, തെറിവിളിക്കുന്നു എന്നല്ല, എന്താണ് ഞാനിപ്പം എന്താണ് മതീഷിൻ്റെ അടുത്ത് പറയാം, ഇപ്പം നല്ലത് തരും മതീഷേ, ഇല്ലെങ്കിൽ ഇപ്പം കിട്ടും നോക്കിക്കോ, ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല നിനക്ക് കിട്ടും എന്ന് പറയാണ് മതീഷിൻ്റെ അടുത്ത്. പറയുമ്പോൾ മതീഷ് വിചാരിക്കും ഇതെന്തോന്ന് പറയുന്നത്, എന്നിട്ട് മൈൻഡില്ലാതെ ഇരിക്കുക. അവിടെ ഞാനിങ്ങനെ പറയുന്നത് വഴി മതീഷിന് എന്തുണ്ടാകുന്നില്ല? ഒരു ഭീതി ഉണ്ടാകുന്നില്ല. അതങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം അപ്പം മിയർ വേർഡ്സ്, ഞാൻ ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ അതൊരു വാക്ക് മാത്രമാണ്, ഇല്ലെങ്കിൽ ആ വാചകം മാത്രമാണ്. അത് വേറൊരാളിൽ എന്തുണ്ടാക്കണമെന്നില്ല, ഒരു ഫിയർ ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്താണ് യൂസ് ഗിവ് ടു ഹിസ് ജസ്റ്റേഴ്സ് ഓർ പ്രിപ്പറേഷൻ സച്ച് മീനിങ്. എന്നാൽ
നോക്കിക്കോ, ഇരിക്കുന്ന മതീഷിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് എന്താണ്? നല്ലൊരു വടിയാണ്, നല്ലൊരു ചൂരലാണ് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് കരുത്. ഇതും എടുത്ത് ഞാൻ മതീഷിൻ്റെ അടുത്ത് ഓടി വരികയാണ്, അടിക്കാനായിട്ട് ഓടി വരിക. ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഒരു കത്തിയാണ്, കുത്താൻ വേണ്ടി ഒരാളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. കുത്തുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് തോന്നും? ഈ സംഗതി ജസ്റ്ററാണ്. അപ്പം ഞാൻ നിന്നെ കുത്തുമെടാ എന്നും പറഞ്ഞുകൊണ്ട് കത്തി എടുത്ത് ഓടി വരുന്നതും ഞാൻ ചുമ്മാ ഒരിടത്ത് താഴെ ഇരുന്നിട്ട് ഇപ്പം കത്തി വെച്ച് ഞാൻ കുത്തും കേട്ടോ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറയുന്ന വേർഡ്സിനോടൊപ്പം നമ്മൾ പ്രിപ്പറേഷനും ഉണ്ട്. അതായത് പറയുന്ന കത്തി വെച്ച് കുത്തുമെന്ന് പറയുന്നതിനോടൊപ്പം കത്തിയും കൊണ്ട് കുത്താനായിട്ട് ഓടി വരികയാണ്. ഇത് കാണുന്ന മതീഷനിൽ എന്തുണ്ടാകും? ഭീതി ഉണ്ടാകും. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇത് എങ്ങനെയാണ്? ചുമ്മാ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ വാക്കിനോടൊപ്പം പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ ദാറ്റ് അമൗണ്ട്സ് ടു അസോൾട്ട്. അത് അസോൾട്ട് എന്ന് നമുക്ക് പറയാം. കണ്ടേ, ഒരു ഇല്ലസ്ട്രേഷനാണ്. ഒരു ഉദാഹരണം പറയാണ്. എ എന്ന് പറയുന്ന വ്യക്തി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഇസഡിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് എന്താണ്? അപ്പോൾ ഇത് കാണുന്ന ഇസഡ് വിചാരിക്കുക ഇസഡ് എന്താ വിചാരിക്കുന്നത്? എന്തായാലും എനിക്ക് ഇടി കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടോ? അസാൾട്ട് കമ്മിറ്റ് ചെയ്തു എന്ന് പറയാവുന്നതാണ്. ഓക്കെ, പേടിച്ചു പോവുകയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് അടുത്ത ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നോക്കിക്കോ. ഒരു കുറച്ച് അക്രമാസക്തമായ ഒരു ഡോഗ്, ഫെറോഷ്യസ് നേച്ചർ ആയിട്ടുള്ളതാണ്. അതായത് ഉപദ്രവിക്കും, കടിക്കും. അപ്പോൾ ഈ ഡോഗിൻ്റെ അതിനെ കെട്ടിയിരിക്കുന്ന അതിൻ്റെ തൊടലൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എ ആണ് അങ്ങനെ ചെയ്യുന്നത്. ഈ പട്ടിയുടെ തൊടലൊക്കെ അഴിക്കുന്നത് വഴി ഇസഡ് വിചാരിക്കുന്ന ഇത് കാണുന്ന ഇസഡ് വിചാരിച്ചോ എന്തായാലും ഈ പട്ടി ഓടി വന്ന് എന്നെ അറ്റാക്ക് ചെയ്ത് തന്നെ എന്ന് കരുതുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു. ഓക്കെ, അയാളെ കാണിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര കുറച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയെ ഞാൻ അഴിച്ചുവിടാൻ ശ്രമിക്കും. ഇത് കാണുന്ന ആൾ പേടിച്ചോടുന്നു. ഇവിടെ എന്തുണ്ട്? ക്രിമിനൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഇതിനകത്ത് ഇത് എന്തെന്ന് പറയാൻ നമുക്ക് അസോൾട്ടാണെന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് അസോൾട്ടിനും ഇനി നമ്മൾക്കറിയേണ്ടത് ഇതിനൊക്കെ പണിഷ്മെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അസോൾട്ടിനും അതുപോലെ തന്നെ ക്രിമിനൽ ഫോഴ്സിനുള്ള പണിഷ്മെൻ്റാണ് 131 തൊട്ട് 136 വരെയാണ് നമ്മളിതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്. ഫസ്റ്റ് 131 പറയുന്നു പണിഷ്മെൻറ്റ് ഫോർ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ്. അതായത് ഈ അസാൾട്ടോ ക്രിമിനൽ ഫോഴ്സോ അത് ഉപയോഗിക്കുന്നത് ഒരു പ്രൊവോക്കേഷൻ ഇല്ലാതെ സ്വമേധയാ പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെ കിട്ടാവുന്ന അസാൾട്ട് ആയിരിക്കാം, ക്രിമിനൽ ഫോഴ്സ് ആയിരിക്കാം. നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ക്രിമിനൽ ഫോഴ്സ്, ആ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും? പ്രയോഗിക്കും. അസാൾട്ട് ചിലപ്പോൾ ജസ്റ്റർ കാണിക്കുകയേ ഉള്ളൂ. ഇത് രണ്ടിലും ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് അനുഭവപ്പെടും? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അവിടെ ആദ്യത്തേത് ഗ്രേവ് അതർവൈസ് ദാൻ ഓൺ എ ഗ്രേവ് പ്രൊവോക്കേഷനാണ്. അപ്പോൾ ഈ പ്രൊവോക്കേഷൻ ഇല്ലാതെ അസോൾട്ടോ ക്രിമിനൽ ഫോഴ്സോ ഉപയോഗിക്കുകയാണെങ്കിൽ 3 മാസമോ അതല്ല എന്നുണ്ടെങ്കിൽ 1000 രൂപയോ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച്. അപ്പോൾ 3 months ഓർ 1000 rupees ഓർ ബോത്ത്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നോ അതല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ കിട്ടാവുന്നതാണ്. ഇനി 132 പറയുന്നു അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സർവൻറ്റിനെ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ. അപ്പോൾ ഒരു പബ്ലിക് സർവൻ്റ് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ നിൽക്കുന്ന ഒരു പബ്ലിക് സർവൻറ്റിനെ നമ്മൾ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ അയാളിൽ ഒരു അസാൾട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റർ കാണിച്ചുകൊണ്ട് അപ്പോഴത്തേക്കിന് പേടിച്ച് പോകണം. അപ്പോൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് 2 വർഷം വരെയോ അതെങ്കില്ലെങ്കിൽ ഫൈനോ അതല്ലെങ്കിൽ ഒരുമിച്ച് കിട്ടാവുന്ന. ഫൈൻ എത്രയെന്നുള്ളത് കോടതിയായിരിക്കും തീരുമാനിക്കുന്നത് അതിൻ്റെ നേച്ചർ അനുസരിച്ച്. 133 പറയുന്നു ഈ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഡിസോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അപമാനിക്കുകയാണ് ചെയ്യുന്നത്, ഡിസോണർ ചെയ്യുകയാണ്. അതും ഒരു ഗ്രേവ് പ്രൊവോക്കേഷൻ ഇല്ലാതെ നിങ്ങൾ ഡിസോണർ ചെയ്യുകയാണെങ്കിൽ അവിടെയും 2 വർഷം വരെയോ അതല്ലെങ്കിൽ ഫൈനോ അതല്ലെങ്കിൽ ഇതൊരുമിച്ചോ കിട്ടാവുന്നതാണ്. അപ്പോൾ ഓരോന്നിനും അപ്പോൾ ഇതിൻ്റെ ശിക്ഷകൾ ഒരുപോലെ തന്നെയാണ് പറയുന്നത്. ക്രിമിനൽ ഫോഴ്സ് ആണെങ്കിലും അസാൾട്ട് ആണെങ്കിലും ഒരുപോലെ തന്നെയാണ് നമ്മളതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്. ദെൻ 134 പറയുന്നത് അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ്, രണ്ടിനും ഒരേ ശിക്ഷ തന്നെയാണ് പറയുന്നത്. അസാൾട്ടോ ക്രിമിനൽ ഫോഴ്സോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ
അസാൾട്ട് ആണെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടില്ല, കാണിച്ച് പേടിപ്പിച്ചില്ല, അവൻ ഉരുണ്ട് തല്ലി വീണ് അവൻ്റെ കാലും തലയൊക്കെ പൊട്ടുകയാണ് ചെയ്തത്. മറ്റേതങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ച് അവനെ പിടിച്ച് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിലും ഒരേ ഇഫക്റ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഇനി 134 അനുസരിച്ച് അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത്? ടു കമ്മിറ്റ് തെഫ്റ്റ് ഓഫ് പ്രോപ്പർട്ടി ക്യാരിഡ് ബൈ എ പേഴ്സൺ. അതായത് മതീഷ് എന്ത് ചെയ്യുന്നു? പുതിയ ക്യാമറയൊക്കെ മേടിച്ച് നല്ല സെറ്റായിട്ട് നടന്ന്, അപ്പം മതീഷിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ക്യാരിഡ് ബൈ എ പേഴ്സൺ ആണ്. ആ പ്രോപ്പർട്ടി അടിച്ചു മാറ്റാൻ, തെഫ്റ്റ് ചെയ്യാൻ, മോഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ അസാൾട്ട് യൂസ് ചെയ്തത് എങ്കിൽ അവിടെയും എന്താണ് 2 വർഷം വരെയോ അതല്ലെങ്കിൽ ഫൈനോ അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. അപ്പോൾ എന്താണ് അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ്? പല രീതിയിലാണ് വരുന്നത്. അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റംപ്റ്റ് കമ്മിറ്റ് തെഫ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. പ്രോപ്പർട്ടി ക്യാരിഡ് ബൈ എ പേഴ്സൺ എന്നുള്ളതാണ്. 135 അടുത്ത പറയുന്നു, ഈ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ റോങ്ഫുള്ളി കൺഫൈൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരാളിൽ എന്താണ് അറ്റംപ്റ്റ്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അറ്റംപ്റ്റ് കമ്മിറ്റ് എന്താണ് ഇവിടെ അറ്റംപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ റോങ്ഫുള്ളായിട്ട് കൺഫൈൻ, എന്തായാലും അയാളെ റോങ്ഫുള്ളായിട്ട് നമ്മൾ കൺഫൈൻ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ മതീഷ് ചാടിപ്പോയി എന്ന് വിചാരിക്കുക. എനിവേ മതീഷിനെ റോങ്ഫുള്ളായി കൺഫൈൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി, അന്യായമായി തടങ്കലിൽ വെക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ അസാൾട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഒരു വ്യക്തിയെ റോങ്ഫുള്ളായിട്ട്, അന്യായമായിട്ട് തടങ്കലിൽ റോങ്ഫുള്ളായി കൺഫൈൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 1 ഇയറോ അല്ലെങ്കിൽ 5,000 അതല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചോ കിട്ടാവുന്നതാണ്. 1 ഇയർ ഓർ 5,000 ഓർ ബോത്താണ് കിട്ടാൻ പോകുന്നത്. ദെൻ 136 പറയുന്നു, ഈ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് അപ്പോൾ പല തരത്തിലുണ്ട് എന്ന് കണ്ടോണം. അസാൾട്ട് അല്ലെങ്കിൽ എന്താണ് അറ്റംപ്റ്റ് കമ്മിറ്റ് തെഫ്റ്റ് വരുന്നുണ്ട്. അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് റോങ്ഫുൾ കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ അസാൾട്ട് അല്ലെങ്കിൽ ഈ എന്താണ് ക്രിമിനൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേവ് പ്രൊവോക്കേഷനിലാണ് നിങ്ങളത് ചെയ്തത്. വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതൊന്നും അല്ല. ഓൺ ഗ്രേവ് എന്താണ് പ്രൊവോക്കേഷനിലാണ്. മതീഷിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. മതീഷ് പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് അത്ര അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താണ് ഗ്രേവ് പ്രൊവോക്കേഷനിലാണെങ്കിൽ അവിടെ കിട്ടുന്നത് സിമ്പിൾ ഇംപ്രിസൺമെൻ്റ് ആണ്. 1 മന്തിലേക്ക് വേണ്ടിയിട്ട് അല്ല 1 മന്തിൽ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ പിഴത്തുക എന്ന് പറയുന്ന 1,000 റുപ്പീസോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ ആകാവുന്നതാണ്. നോക്കിക്കോ. അപ്പം പണിഷ്മെൻറ്റ് 131 തൊട്ട് 136 വരെയാണ്. ഗ്രേവ് പ്രൊവോക്കേഷൻ അല്ലാതെ ചെയ്താൽ 3 മാസം വരെ. ഇനി ഓൺ ഗ്രേവ് പ്രൊവോക്കേഷനിലാണെങ്കിൽ 136 പറയുന്നത് സിമ്പിൾ ഇംപ്രിസൺമെൻ്റ് ആണ്. 1 മന്ത് അതല്ലെങ്കിൽ 1,000 അല്ലെങ്കിൽ ബോത്ത്. അത് 131ഉം 136ഉം ആയിട്ട്. 32 എന്താണ് പബ്ലിക് സെർവൻറ്റിനെ അയാളുടെ ജോലി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ. 33 പറയുന്നത് 133 പറയുന്നത് എന്താണ് ഒരു വ്യക്തിയെ ഡിസോണർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പ്രോപ്പർട്ടി തെഫ്റ്റ് നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് റോങ്ഫുൾ കൺഫൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പലതരത്തിൽ അസാൾട്ടുകൾ അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ അസാൾട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ക്രിമിനൽ ഫോഴ്സോ വരാവുന്നതാണ്. ഇനി അടുത്തൊരു ഏരിയ ആണ്, അടുത്ത് ഇതേപോലെ തന്നെ ഈ ക്രിമിനൽ ഫോഴ്സൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു ഏരിയ ആണ് കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, സ്ലേവറി, ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് നോക്കാം ഓരോന്നായിട്ട്. കിഡ്നാപ്പിംഗ് എന്താണ്? 137 31 തൊട്ട് 36 വരെ ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ടിൻ്റെ പണിഷ്മെൻറ്റുകളാണ്. ആഫ്റ്റർ ദാറ്റ് 136 പറയുന്നത് കിഡ്നാപ്പിങ്ങിനെ കുറിച്ചാണ്. എന്താണ് കിഡ്നാപ്പിംഗ്? ആളപഹരണം എന്നുള്ളതാണ്. ഓക്കെ, കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് മോഷണം, തട്ടിക്കൊണ്ടുപോകൽ, നമ്മൾ കേട്ടിട്ടില്ല, ആൾക്കാർ തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ്. അപ്പോൾ കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞ് 2 തരത്തിലുണ്ട്. കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ ഉണ്ട് ആൻഡ് കിഡ്നാപ്പിംഗ് ഫ്രം എ ലോഫുൾ ഗാർഡിയൻഷിപ്പ്. 137 അനുസരിച്ച് ഇന്ത്യക്കകത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ലോഫുൾ ഗാർഡിയൻഷിപ്പിലുള്ള ഒരാളെ നിയമപരമായിട്ട് നോക്കാൻ, ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്, പേരൻസ് ഉണ്ട്, ഗാർഡിയൻസ് ഉണ്ട്, നിയമപരമായിട്ട് നമ്മളുടെ ഗാർഡിയൻഷിപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഗാർഡിയൻഷിപ്പുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും അപഹരിച്ചു കൊണ്ട് പോവുക. ഇനി
ഇവിടെ ഏതൊരു വ്യക്തിയാണോ ഹൂ എവർ, അപ്പോൾ കിഡ്നാപ്പിംഗ് രണ്ട് തരത്തിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഹൂ എവർ ആരായിക്കൊള്ളട്ടെ എന്താണ് കൺവേസ് എനി പേഴ്സൺ ബിയോണ്ട്സ് ദ ലിമിറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കകത്ത് നിന്നും തട്ടിക്കൊണ്ടു പോകാം, ഇനി ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്ക് പുറത്തേക്കും തട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ ഓർ സം പേഴ്സൺ ലീഗലി ഓതറൈസ്ഡ് ടു കൺസെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ, അങ്ങനെയാണ്. അപ്പോൾ അത് ഈ കിഡ്നാപ്പിംഗ് ദാറ്റ് പേഴ്സൺ ഫ്രം ഇന്ത്യ എന്ന് പറയും. മതീഷിനെ എന്താണ് മൈനറായ മതീഷിനെ 15 വയസ്സുള്ള മതീഷിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മതീഷിൻ്റെ അച്ഛനും അമ്മയും അറിയാതെ എന്ത് ചെയ്യുന്നു? മതീഷിൻ്റെ അച്ഛനും അമ്മയും അറിയാതെ നമ്മൾ മതീഷിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോവുകയാണ്. അതായത് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെറിട്ടോറിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ടെറിട്ടറി കഴിഞ്ഞ് ബിയോണ്ട് ദാറ്റ് ടെറിട്ടറി മതീഷിനെ കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഈ ഇന്ത്യക്കകത്ത് നിന്നും പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് പറയും. എന്താണ് കിഡ്നാപ്പ് ദാറ്റ് പേഴ്സൺ ഫ്രം ഇന്ത്യ എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഹൂ എവർ ആരായിക്കോട്ടെ ടേക്സ് ഓർ എൻഡൈസസ് എനി ചൈൽഡ് ഓർ എനി പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ എനി ചൈൽഡിനെയോ, ചൈൽഡ് എന്ന് പറയുമ്പോൾ BNSൽ നമ്മൾ കണ്ടതാണ്, ചൈൽഡ് എന്ന് പറയുമ്പോൾ ഏതാണ് 18 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികളും ചൈൽഡാണ്. സോ ഒരു കുട്ടിയെയോ അതല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെയോ, അപ്പോൾ എന്താണ് ഇവരെ 2 പേരെയും ലോഫുൾ ഗാർഡിയൻഷിപ്പിൽ നിന്നോ നമ്മൾ കടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ, ആ ഗാർഡിയൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ചൈൽഡിനെ എന്താണ് ലോഫുൾ ഗാർഡിയൻഷിപ്പിൽ നിന്നും കിഡ്നാപ്പ് ചെയ്തതായിട്ട് പറയപ്പെടും. ഇനി ഇവിടെ 2 വാക്ക്, ആദ്യത്തെ ഒരു വാക്കുണ്ട് ലോഫുൾ ഗാർഡിയൻ. ആരാണ് ലോഫുൾ ഗാർഡിയൻ എന്ന് പറയുന്നത്? ലോഫുൾ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ ഹൂ ഈസ് ലോഫുള്ളി എൻട്രസ്റ്റഡ് വിത്ത് ദ കെയർ ഓഫ് കസ്റ്റഡി ഓഫ് സച്ച് ചൈൽഡ് ഓർ അതർ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലോഫുൾ ഗാർഡിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് വ്യക്തി ആയിക്കോട്ടെ, വ്യക്തി എന്നല്ല ഏത് ചൈൽഡ് ആയിക്കോട്ടെ. അപ്പം എനി പേഴ്സൺ ലോഫുള്ളി എൻട്രസ്റ്റഡ് വിത്ത് ദ കെയർ ഓഫ് കസ്റ്റഡി ഓഫ് ദ സച്ച് ചൈൽഡ്. അപ്പോൾ ചിലപ്പോൾ അത് കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളായിരിക്കാം. ലോഫുള്ളായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ലീഗൽ കൺസെൻറ്റ് കൊടുക്കാൻ ഗാർഡിയൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് ഈ ലോഫുൾ ഗാർഡിയന്മാരെന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഈ ക്ലോസിനകത്ത് പറയുന്നത് എന്താണ്? ദിസ് ക്ലോസ് ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ദ ആക്ട് ഓഫ് എനി പേഴ്സൺ ഹു ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അയാൾ അങ്ങേയറ്റം അയാളുടെ ഉത്തമ വിശ്വാസത്തിൽ അയാൾ സ്വയം വിശ്വസിക്കുകയാണ്. എന്താണ്? ടു ബി ദ ഫാദർ ഓഫ് ആൻ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്. ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് അല്ലാത്തതായിട്ടുള്ള ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണ് താനെന്ന് വിശ്വസിക്കുകയാണ്. അയാളുടെ ഉത്തമ വിശ്വാസത്തിൽ അയാൾ അങ്ങനെ കരുതുകയാണ്. അതല്ലെങ്കിൽ ഹൂ ഇൻ ഗുഡ് ഫെയ്ത്ത്, അതേപോലെ തന്നെ ഗുഡ് ഫെയ്ത്തിൽ ഉത്തമ വിശ്വാസത്തിൽ അയാൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹി ഹിംസെൽഫ് ടു ബി എൻറ്റൈറ്റിൽഡ് ടു ദ ലോഫുൾ കസ്റ്റഡി ഓഫ് സച്ച് ചൈൽഡ്. അതായത് എനിക്ക് ആ കുട്ടിയെ നോക്കാൻ, അതായത് എനിക്ക് ടൈറ്റിലുണ്ട്, എനിക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അൺലെസ് സച്ച് ആക്ട് ഈസ് കമ്മിറ്റഡ് ഫോർ ആൻ ഇമ്മോറൽ ഓർ അൺലാഫുൾ പർപ്പസ്. അപ്പം ഞാനെന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അയാൾ വിചാരിക്കുന്നു എങ്ങനെയാണ് എൻ്റെ ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡായി കാണും, പക്ഷെ ഞാൻ അല്ലെങ്കിൽ ഉത്തമ വിശ്വാസത്തിൽ ഗുഡ് ഫെയ്ത്തിൽ വിശ്വസിക്കുകയാണ് ആ കുട്ടിയുടെ ഫാദർ ഞാനാണ്. അപ്പോൾ ഒരു വ്യക്തി വിചാരിക്കുകയാണ് അവിടെ അങ്ങനെ ആ ഗുഡ് ഫെയ്ത്തിൽ വിചാരിച്ചുകൊണ്ട് ആ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡിനെ സ്വന്തം ചൈൽഡായിട്ട് വിചാരിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതെന്തായിട്ട് വരത്തില്ല, അവിടെ ഒരു കിഡ്നാപ്പിങ്ങോ ആയിട്ട് എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. അതാണ് ഒരു എക്സെപ്ഷൻ പറയുന്നത്. ഇനി ഇതിൻ്റെ പണിഷ്മെൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, ലോഫുൾ ഗാർഡിയൻഷിപ്പിൽ നിന്ന് ഇതേപോലെ തട്ടിക്കൊണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7 years വരെ പോകാവുന്നതും അറ്റ് ദ സെയിം ടൈം അവിടെ എന്തും കിട്ടാവുന്നതാണ്. ആൾസോ ലയബിൾ ടു ബി ഫൈനും കിട്ടാവുന്നതാണ്. ദെൻ അടുത്തതാണ് അബ്ഡക്ഷൻ. കിഡ്നാപ്പിങ്ങും ഉണ്ട്, അബ്ഡക്ഷനാണ് ശരിക്കും ആളപഹരണം എന്ന് പറയുന്നത്. കിഡ്നാപ്പിങ് തട്ടിക്കൊണ്ടുപോകൽ കടത്തിക്കൊണ്ടുപോകലൊക്കെയാണ്. രണ്ടിനകത്തും ഒരാൾക്കാരെയാണ് തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ദെൻ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ എവർ ആരായിക്കോട്ടെ ബൈ ഫോഴ്സ്. അപ്പോൾ എന്താണ്? ബലപ്രയോഗം നടത്തി ഫോഴ്സ് കമ്പൽസ് ഓർ ബൈ എനി ഡിസീറ്റ്ഫുൾ മീൻസ്. അപ്പം ബലപ്രയോഗത്തിലൂടെയോ അതല്ല എന്നുണ്ടെങ്കിൽ ചതിപ്രയോഗത്തിലൂടെയോ ഒരു വ്യക്തിയെ ഇപ്പോൾ കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കടത്തി ഒരാളെ കൊണ്ടുപോകുന്നത് പോലെ അല്ല ഇവിടെ. പക്ഷെ എങ്ങനെയാണ്?
നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാണ്, പറഞ്ഞ് പ്രേരിപ്പിച്ച് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ എനി പേഴ്സൺ ടു ഗോ ഫ്രം എനി പ്ലേസ് ഈ സെറ്റ് ടു അബ്ഡക്ട് ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ്. പറഞ്ഞ് നമ്മൾ അയാളെ പറഞ്ഞ് മോഹിപ്പിച്ചില്ലെങ്കിൽ മറ്റേ തരത്തിൽ പറഞ്ഞ് ഡിസീറ്റ്ഫുൾ മീൻസിലാണ്, അങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവിടെയാണ് ചിലപ്പോൾ ഇവിടെ ഫോഴ്സ് ഉപയോഗിക്കാം. അപ്പം അതിനെക്കാട്ടിലുപരി കമ്പൽ ചെയ്യുകയാണ്. ഡിസീറ്റ്ഫുൾ മീൻസിൽ എന്ത് ചെയ്യുന്നു, ഇൻഡ്യൂസ് ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്, നമ്മൾ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. നമ്മളുടെ ഒരു സ്ഥലത്ത് നിന്നും മാറിപ്പോകാനോ ഇല്ലെങ്കിൽ അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്, എൻ്റെ കൂടെ ഇങ്ങ് പോരുകയാണ്. അതാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാബിച്വൽ ഡീലിംഗ് ഇൻ സ്ലേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഏരിയ ആണ് ഹാബിച്വൽ ഡീലിംഗ് ഇൻ സ്ലേവ്സ് എന്ന് പറയുന്നത്. ഇവിടെ ആരാണോ ഹൂ എവർ ഹാബിച്വലി ഇമ്പോർട്ട്, എക്സ്പോർട്ട്, റിമൂവ്സ്, ബൈ, സെൽസ്, അതുപോലെ തന്നെ ട്രാഫിക് ഓർ ഡീൽസ് ഇൻ സ്ലേവ്സ് ഷാൽ ബി പണിഷ്ഡ് വിത്ത്, അതായത് അടിമക്കച്ചവടം എന്ന് പറയാം. അപ്പോൾ ഹാബിച്വലി സാധാരണഗതിയായിട്ട് പതിവായിട്ട് ഇയാൾ അടിമക്കച്ചവടങ്ങളാണ്. അപ്പോൾ സ്ലേവ്സിനെ ഇതേപോലെ ഹാബിച്വലി ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ റിമൂവ് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, ഇതെല്ലാം കച്ചവടങ്ങളൊക്കെ നടത്തുന്നു. ഇവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം 10 വർഷം വരെ കിട്ടാവുന്നതോ, അത് പ്ലസ് അതേപോലെ തന്നെ ഒന്നുകിൽ അല്ലെങ്കിൽ ലൈഫ് കിട്ടാം, അതല്ലെങ്കിൽ 10 years വരെ കിട്ടുന്നതാണ്. അതും അല്ലെങ്കിൽ ഫൈൻ, അത് പ്ലസ് ഫൈനാണ്. അതിനോടൊപ്പം ചേർത്ത് എന്തും കിട്ടുന്നതാണ്. ഹാബിച്വലി സ്ലേവ്സിനെ ഡീല് ചെയ്യുകയാണെങ്കിൽ, ഡീല് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, റിമൂവ് ചെയ്യുക, സെയിൽ ചെയ്യുക, ബൈ ചെയ്യുക, ഇതെല്ലാം ആ ഡീലിങ്സിനകത്ത് വരുന്നതാണ്. ഇനി 146 അടുത്ത ഏരിയ പറയുന്നത് അൺലാഫുൾ കമ്പൽസറി ലേബർ എന്ന് പറയുന്നത്. അൺലാഫുള്ളായിട്ട് നിയമവിരുദ്ധമായി നമ്മൾ നിർബന്ധിത വേല അത് ചെയ്യിപ്പിക്കുകയാണ്, ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഏതൊരു വ്യക്തിയാണോ ഇതേപോലെ അൺലാഫുള്ളായിട്ട് മറ്റ് പേഴ്സൺസിനെ അവരുടെ വില്ലിന് എഗെയിൻസ്റ്റ് ദെയർ വിൽ, നമ്മൾക്ക് താല്പര്യമില്ലാതെ മറ്റൊരു വ്യക്തി, നമ്മൾക്ക് താല്പര്യമില്ലാതെ എന്നല്ല, ജോലി ചെയ്യുന്ന വ്യക്തിക്ക് താല്പര്യമില്ലാതെ അയാളുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 1 year വരെയോ ഫൈനോ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. അപ്പോൾ കമ്പൽസറി ലേബർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട്, താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത്, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രിമിനൽ ഫോഴ്സ്, എന്താണ് അസോൾട്ട്, എന്താണ് കിഡ്നാപ്പിംഗ്, എന്താണ് അബ്ഡക്ഷൻ, എന്താണ് ഇതിൻ്റെയൊക്കെ പണിഷ്മെൻറ്റുകൾ എന്താണ്. ദെൻ ഒഫൻസസ് അഫക്റ്റിംഗ് ട്രാങ്കുലിറ്റി, പബ്ലിക് ട്രാങ്കുലിറ്റി. അപ്പോൾ പൊതു സമാധാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒഫൻസുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 181 ആണ് ആദ്യത്തെ പറയുന്നത്. പബ്ലിക് ട്രാങ്കുലിറ്റി, പൊതു സമാധാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കുറ്റകൃത്യങ്ങളിൽ ആദ്യത്തേതാണ് പബ്ലിക് ട്രാങ്കുലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫസ്റ്റ് വൺ പറയുന്നു അൺലാഫുൾ അസംബ്ലി. 189 1 പറയുന്നത് എന്താണ് അൺലാഫുള്ളായിട്ട് നിയമവിരുദ്ധമായി കൂട്ടം കൂടുന്നതിനെയാണ് അൺലാഫുൾ അസംബ്ലി. എപ്പോഴാണ് ഒരു അസംബ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ അസംബിൾ ചെയ്യാനുള്ള, നമ്മൾക്ക് കൂട്ടം കൂടിയിരിക്കാനോ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്നതിനാണ് അസംബിൾ ചെയ്യാൻ. അപ്പോൾ ആ അസംബ്ലി എപ്പോഴാണ് അൺലോഫുൾ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അസംബ്ലിയുടെ കോമൺ ഒബ്ജക്റ്റ്, ഇപ്പോൾ 2 പേരോ 3 പേരോ 10 പേരോ ഒരുമിച്ച് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവായ താല്പര്യമുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചായിരിക്കും, ഒബ്ജക്റ്റിനെ കുറിച്ചായിരിക്കുമല്ലോ അവിടെ സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അതേപോലെ പറയുന്നൊരു കാര്യം കേട്ടുകൊണ്ടായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ പൊതുവായി ഈ പറയുന്ന ആ അസംബ്ലി അങ്ങനെ യുണൈറ്റ് ചെയ്ത് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അവിടെ അവർക്ക് പൊതുവായിട്ടൊരു കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവായിട്ട് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഇനി ആ കോമൺ ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു ഓവർറൈഡ് ബൈ ക്രിമിനൽ ഫോഴ്സ്, അല്ലെങ്കിൽ അതായത് ഇന്ത്യയിൽ നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ള ഗവൺമെൻറ് സ്റ്റേറ്റിനെയോ, അപ്പോൾ സ്റ്റേറ്റ് അത് സെൻട്രൽ ഗവൺമെൻറ് ആകാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആകാം, പാർലമെൻ്റ് ആകാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആകാം, പബ്ലിക് സർവൻറ്റിനെ ആകാം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെയോ അതല്ലാന്നുണ്ടെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്
അതെന്താണ്? ഒരു നിയമം മൂലം സ്ഥാപിതമായ എന്തിനെയാണ്? ഒരു സ്റ്റേറ്റിനെ എതിർക്കാൻ പോവുകയാണ്, ആ സ്റ്റേറ്റിനെ അട്ടിമറിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വട്ടം കൂടി നിൽക്കുന്നത് എന്നെങ്കിൽ ആ അസംബ്ലി അൺലോഫുൾ അസംബ്ലി ആണ്. ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞത്. ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുകയാണ്, അതല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് കാണിക്കുകയാണ്. എന്താണ്? ദ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ പാർലമെൻറ്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് സർവൻ്റ് ആയിക്കോട്ടെ, ഒരാൾ ലോഫുൾ ആയിട്ട് പവർ ഓഫ് ഉള്ള ഒരു ആയിക്കോട്ടെ, അവരോട് നമ്മൾ എന്ത് കാണിക്കുന്നു? നമ്മൾ അവരെ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് ഓവർറൈവ് ചെയ്യുന്നു, എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നിയമം ഒരു ലീഗൽ പ്രോസസ്സുകളെയോ നിയമത്തിൻ്റെ എന്തെങ്കിലും പ്രോസസ്സുകളെയോ അതല്ലെങ്കിൽ എന്താണ് നിയമം നടപ്പിലാക്കുന്നതിനെയോ എന്തുപയോഗിച്ച് റെസിസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബലം പ്രയോഗം, നമ്മളതിനെ എതിർക്കുകയാണ്. അപ്പം നിയമം നടപ്പിലാക്കുന്ന നിയമങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കാൻ സമ്മതിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ മിസ്ചീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്രിമിനൽ ട്രസ്പാസ് നടത്താൻ വേണ്ടിയിട്ടാണ്, അന്യായമായി മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വട്ടം കൂടി ഇവിടെ നിന്ന് ആലോചിക്കുന്നതെങ്കിൽ ആ ആലോചനയും ആ വട്ടം കൂടി നിൽക്കുന്നതും ആ അസംബ്ലി അപ്പോഴെന്തായി കഴിഞ്ഞു? അൺലോഫുൾ അസംബ്ലി ആയിക്കഴിഞ്ഞു. ഇനി അതല്ലെങ്കിൽ എന്താണ്? ക്രിമിനൽ ഫോഴ്സ്, കാരണം നേരത്തെ കണ്ട വാക്കാണ്, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടികളുടെ പൊസഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിക്ക് വഴി നടക്കാനുള്ള അയാളുടെ ഒരു അവകാശത്തെ ബലപ്രയോഗത്തിലൂടെ നമ്മളത് ഇല്ലായ്മ ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു വ്യക്തി വഴി നടക്കാനുള്ള അവകാശം, മറ്റൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് വെള്ളത്തിനുള്ള അവകാശം, അതൊക്കെ നമ്മൾ ഡിപ്രൈവ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബലം പ്രയോഗിച്ചുകൊണ്ട്, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയോ അത് ഫോഴ്സ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ പൊസഷനെ നമ്മൾ ഇല്ലായ്മയാക്കുക ചെയ്താലോ, അയാളുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ ആ ബലം പ്രയോഗിച്ച് എടുത്താലോ, അതല്ലെങ്കിൽ ഒരാൾക്ക് വഴി നടക്കാനുള്ള അയാളുടെ അവകാശത്തെ തടസ്സപ്പെടുത്തിയാലോ, വെള്ളം ഉപയോഗിക്കാനുള്ള ഒരു അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതോ, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകോർപ്പറേലായിട്ടുള്ള, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകൾ പോലെയൊക്കെയുള്ള റൈറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തടസ്സപ്പെടുത്തുന്ന, അയാൾക്കത് കിട്ടണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇനി തീർന്നില്ല. അതുമല്ലെങ്കിൽ ഇതേപോലെ തന്നെ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ ഫോഴ്സ് കാണിച്ചുകൊണ്ടോ എന്താണ് ഒരു വ്യക്തിയെ നമ്മൾ നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ അയാളെ എന്തുപയോഗിക്കുന്നു? ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കാണിക്കാം. അപ്പം നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെ നീ ചെയ്യണ്ടടാ എന്ന് പറയാം, ഒമിറ്റ് ചെയ്യാൻ. അപ്പം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു, അതല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഈ തരത്തിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? വട്ടം കൂടി നിൽക്കുന്നത്. വട്ടം കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അസംബ്ലി ചെയ്യുന്നതെങ്കിൽ ആ അസംബ്ലി എന്തിനുള്ള അസംബ്ലി ആണെന്ന് പറയും? അൺലോഫുൾ അസംബ്ലി ആണെന്ന് പറയും. ഇനി നമ്മൾ വട്ടം കൂടി നിന്നപ്പോഴേ എന്ത് തരത്തിലുള്ള അസംബ്ലി ആകണമെന്നില്ല, അൺലോഫുൾ അസംബ്ലി ആകണമെന്നില്ല. തുടക്കത്തിൽ എന്താണ് ഞാനും മതീഷ് ഉൾപ്പെടുന്ന ഒരു 10-15 പേര് ചേർന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്ന് നമ്മൾ പിന്നീട് ഈ അസംബ്ലിയുടെ എല്ലാ ആൾക്കാർക്കും പൊതുവായ ചില താല്പര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് സംസാരം മാറുകയും നമ്മൾ ഇത്രയും പേരും ചേർന്ന് എന്താണ് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി നമ്മൾ അടിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ, ഒരു ബാങ്ക് റോബറി നടത്താനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ അസംബ്ലി എന്തായിട്ട് മാറിക്കഴിഞ്ഞു? തുടക്കത്തിൽ ഇത് അങ്ങനെ ഉണ്ടായിരുന്ന അസംബ്ലി ആയിരുന്നില്ല, ഈ അസംബ്ലി അൺലോഫുൾ ആയിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇതെന്ത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ നേച്ചർ മാറുകയാണ്. അപ്പം എപ്പോഴാണ് ഇനി തുടക്കത്തിൽ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ അൺലോഫുൾ അസംബ്ലി ആയിരുന്നില്ല, ഇതുകൊണ്ട് എന്താണ് പിന്നീട് അതിൻ്റെ നേച്ചർ മാറി. അപ്പോൾ ആദ്യത്തെ അസംബ്ലി അങ്ങനെയുള്ള അസംബ്ലി ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അത് കംപ്ലീറ്റ് എന്ത് സാധനമായി കഴിയും? അൺലോഫുൾ അസംബ്ലി തന്നെ ആകും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പണിഷ്മെൻറ്റുകളാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണിഷ്മെൻറ്റുകൾ എന്നുള്ളതാണ് നമ്മളിതിൻ്റെ നോക്കുന്നത്. ഓക്കെ, ആദ്യത്തേത് എന്താണ്? അൺലോഫുൾ അസംബ്ലി മെമ്പർമാരായിരുന്നാലുള്ള പണിഷ്മെൻ്റാണ്.
സോ ഈ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ബാലൻസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ.